ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SV ഫോർട്ട് ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളി. വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ആചാരപ്രകാരമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 12 പേരാണ് ഇതുവരെ പിടിയിലായത്. കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കരദാസ്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്നാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശങ്കരദാസിനെ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SP ഫോർട്ട് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് വിവരം കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ICUവിലായിരുന്നു ശങ്കരദാസ്. മുറിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. അതേസമയം ശബരിമലയിലെ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ആചാരമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സമയത്ത് ആ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാജിവാഹനം, താഴികക്കുടം, കൊടിക്കയർ ഇവയ്ക്കെല്ലാം അവകാശമുള്ളത് തന്ത്രിക്കാണ് എന്നാണ് അന്ന് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്. റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യഹർജി കോടതി തള്ളി. ദ്വാരപാലക, കട്ടളപ്പാളി കേസുകളിലെ ജാമ്യഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.